Hello dear friends, SSCGD കോൺസ്റ്റബിളിന്റെ ജനറൽ നോളജിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സോ ഞാൻ പല കമന്റ്സ് വായിച്ചു ആൻഡ് എനിക്കൊരു കാര്യം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പലർക്കും ഡൗട്ട് ഉണ്ട് നമ്മൾ എന്തിനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എന്നുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് രണ്ട് റീസൺസ് കൊണ്ടാണ്. ഒന്ന്, പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ ഏത് ഏരിയയിൽ നിന്ന് വേണം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആദ്യത്തെ സെഷനിൽ തന്നെ പറഞ്ഞത് ഇത് വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ ഈ കംപ്ലീറ്റ് ഏരിയ നിങ്ങൾക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷെ ചിലവരുണ്ട് ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഏതെല്ലാം സെക്ഷനിൽ നിന്ന് എത്രത്തോളം പഠിക്കണം എന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും നമ്മൾ ഏതൊക്കെ പോർഷനിൽ നിന്ന് വേണം പഠിക്കാനായിട്ടെന്ന്. എക്സാമ്പിൾ, നമ്മളിപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഒളിമ്പിക്സിൽ നിന്ന് നമ്മൾ ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒളിമ്പിക്സിനെ പറ്റി, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന നമ്മുടെ 2020 ടോക്കിയോ ഒളിമ്പിക്സിനെ പറ്റി തന്നെ ഒരു സെഷൻ നടത്തിയിരുന്നു. ഓക്കെ, സിമിലർലി നമ്മളിപ്പോ സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ കാണുകയാണ്, നോബൽ പ്രൈസ് 2018 കിട്ടിയത് ആർക്കാണ്, അല്ലെങ്കിൽ ബുക്കർ പ്രൈസ് കിട്ടിയത് ആർക്കാണ്, ഏതെങ്കിലും ഒരു ഇയർ കൊടുത്തിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യണം എന്നല്ല. പക്ഷെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസന്റ് ഇയറിൽ ആ ഇൻഫർമേഷൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മിക്കവാറും ഞാൻ അതിന്റെ കൂട്ടത്തിൽ തന്നെ അത് പറയാറുണ്ട്, ഇത് 2018 ആണ് അല്ലെങ്കിൽ 2016 ആണ്, അപ്പൊ റീസെന്റ് രണ്ടെണ്ണം എന്താണ് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ റിപ്പബ്ലിക് ഡേ പരേഡിൽ നമ്മൾ കണ്ടിരുന്നു 2019 ആരായിരുന്നു ഗസ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് വന്ന ഗസ്റ്റിന്റെ ലിസ്റ്റ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഈ പറഞ്ഞ പോലെയാണ്, നമ്മൾ ഒരുപാട് തിയറി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ബോർ അടിക്കും. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ 2-3 കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് കുറച്ച് സമയം കൊണ്ട് കുറെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. രണ്ടാമത്, നമുക്ക് ഏതെല്ലാം ഏരിയ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രീവിയസ് ഇയേഴ്സിന് ഇത്രയും അധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. First question നോക്കാം ഇന്നത്തെ സെഷന്റെ. In the context of climate, what is the full form of ITCZ? ITCZ ന്റെ full form എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Indian Trough Conversation Zone, Intertropical Convergence Zone, Intra-Temperate Control Zone or Islandic Tropical Climatic Zone. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. Intertropical Convergence Zone എന്നാണ് ITCZ ന്റെ ഫുൾ ഫോം. അടുത്ത ചോദ്യം നോക്കാം. The Indian athlete Dutee Chand, okay, Dutee Chand is associated with which of the following sports? Shot put, javelin throw, jumping or sprinting? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്പ്രിന്റിംഗ് ആണ്. സ്പ്രിന്റിംഗ് എന്ന് വെച്ചാൽ ഇതും റേസിംഗ് തന്നെയാണ്, ഷോർട്ട് ഡിസ്റ്റൻസ് റേസിംഗ് ആണ്. അതിൽ നമ്മൾ ഡാഷ് ചെയ്ത് പോകണം, അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഷോർട്ട് ഡിസ്റ്റൻസ് കവർ ചെയ്യണം. അതുകൊണ്ടാണ് ഇതിന് സ്പ്രിന്റിംഗ് എന്നും പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യൻ അത്ലീറ്റ് Dutee Chand is associated with sprinting. മൂന്നാമത്തെ ചോദ്യം നോക്കാം. Which article was added to the Constitution by 86th Constitutional Amendment Act? 86th Constitutional Amendment Act വഴി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയിലേക്ക് ഏത് ആർട്ടിക്കിൾ ആണ് ആഡ് ചെയ്തത്? ആർട്ടിക്കിൾ 21A, 20A, 39A or 56C? ഇതിലേതാണ് ആഡ് ചെയ്തത് ബൈ 86th Constitutional Amendment Act? 86th Constitutional Amendment Act എപ്പോഴാണ് ഉണ്ടായത്? 2002 ഓക്കെ, 2002 വന്ന അമെന്റ്മെന്റ് ആണ് 86th Constitutional Amendment Act. ആൻഡ് ഇതുവഴി ആഡ് ചെയ്തത് 21A ആണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഓക്കെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയി ആഡ് ചെയ്തതാണ് 21A. ആസ് പെർ ഈ പെർട്ടിക്കുലർ അമെന്റ്മെന്റ് ഓർ ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ 6 to 14 ഇയേഴ്സിന്റെ ഇടയിലുള്ള കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി തന്നെ നമ്മൾ മറ്റൊരു ആർട്ടിക്കിളും കൂടി ആഡ് ചെയ്തിരുന്നു, അതാണ് 51A. 51A നമ്മൾ ആഡ് ചെയ്തത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ആഡ് ചെയ്തതാണ് 51A. സോ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഈ കുട്ടികൾക്ക് ഈ എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളത് ആ കുട്ടികളുടെ പാരന്റ്സിന്റെ അല്ലെങ്കിൽ ഗാർഡിയൻസിന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. അത് പറയുന്നതാണ് 51A. ഓക്കെ, അപ്പൊ റൈറ്റ് പറയുന്നത് 21A യിലാണെങ്കിൽ
51A ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറയുന്നത്. രണ്ട് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ്. നാലാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ബേസിക്? ബേസിക് എന്ന് പറയുന്ന ഒരു ബോഡിയുടെ പാർട്ട് അല്ലാത്തത് ഇതിൽ ഏതാണ്? ബ്രിട്ടൻ, ചൈന, കെന്യ ഓർ സൗത്ത് ആഫ്രിക്ക? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കെന്യയാണ്. കെന്യ ബേസിക്കിന്റെ പാർട്ടല്ല. ബേസിക് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് 4 കൺട്രീസ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ് ഈ 4 കൺട്രീസ്? 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രസീൽ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇത് കൂടാതെ ഇന്ത്യയും കൂടിയാണ്. ഓക്കെ, സോ ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ചൈന ആൻഡ് ഇന്ത്യ. ഇതാണ് 4 കൺട്രീസ്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിറ്റർമിനന്റ് ഓഫ് ദ പാറ്റേൺ ഓഫ് ഡ്രെയിനേജ് സിസ്റ്റം? Not a determinant of pattern of drainage system. Climatic condition of the area, source of the drainage system, underlying rock structure, slope of the land. ഇതിൽ ഏതാണ് നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം അതിന്റെ പാറ്റേൺ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കാത്ത ഒരു ഘടകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഓഫ് ദ ഏരിയ. തീർച്ചയായിട്ടും നമ്മൾ ഒരു സ്ഥലത്ത് ഒരുപാട് മഴയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അതനുസരിച്ചുള്ള ഡ്രെയിനേജ് സിസ്റ്റം ആയിരിക്കണം. അണ്ടർലൈൻ റോക്ക് സ്ട്രക്ചർ, അതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതിലൂടെ സീപ്പ് ചെയ്ത് അകത്തേക്ക് പോയില്ലോ എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി സ്ലോപ്പ് ഓഫ് ദ ലാൻഡ്, തീർച്ചയായിട്ടും സ്ലോപ്പ് അനുസരിച്ചാണ് നമ്മൾ ഡ്രെയിനേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പെടാത്തത് ഏതാണ്? സോഴ്സ് ഓഫ് ദ ഡ്രെയിനേജ് സിസ്റ്റം. ഓക്കെ, സോഴ്സ് ഓഫ് ദ ഡ്രെയിനേജ് സിസ്റ്റം ഇസ് നോട്ട് എ ഡിറ്റർമിനന്റ് ഓഫ് ദ പാറ്റേൺ ഓഫ് ഡ്രെയിനേജ് സിസ്റ്റം. ആറാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ? നമ്മൾ ഫിസിക്സിലെ ന്യൂക്ലിയർ ഫ്യൂഷനും ന്യൂക്ലിയർ ഫിഷനും പഠിച്ചിട്ടുണ്ട്. ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്യാണ് അല്ലെ, കമ്പൈൻ ചെയ്യാണ്. ഫിഷൻ എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യാണ് അല്ലെ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ? ഇറ്റ് പ്രൊഡ്യൂസസ് മോർ എനർജി ദാൻ ന്യൂക്ലിയർ ഫിഷൻ. ദ പ്രോസസ് ഇസ് യൂസ്ഡ് ടു മേക്ക് ന്യൂക്ലിയർ ബോംബ്. Electricity produced by this process is commercially less viable than nuclear fission. It is a source of energy in stars. ഇതിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ന്യൂക്ലിയർ ബോംബ്സ് ആർ ബേസ്ഡ് ഓൺ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ. ഓക്കെ, അവിടെ ഫിഷൻ ആണ് നടക്കുന്നത്, ഫ്യൂഷൻ അല്ല. ഫിഷൻ റിയാക്ഷൻ ആണ് ന്യൂക്ലിയർ ബോംബ്സിൽ നടക്കുന്നത്. ബാക്കിയെല്ലാം ന്യൂക്ലിയർ ഫ്യൂഷനെ പറ്റി കറക്റ്റ് ആണ്. ഓക്കെ, which of the following is not an artificial ecosystem? Not an artificial ecosystem. Okay, so artificial ecosystem എന്ന് വെച്ചാൽ എന്താണ്? ഇക്കോസിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ഏരിയ അല്ലെ, ഒരു കംപ്ലീറ്റ് ഇക്കോളജിക്കൽ സിസ്റ്റം. അവിടെ പ്ലാന്റ്സ്, ആനിമൽസ്, അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒന്നാണ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. സോ ആർട്ടിഫിഷ്യലിയും ഉണ്ടാക്കാം, നാച്ചുറലിയും ഉണ്ടാകും. അപ്പൊ ഇതിൽ ഏതാണ് ആർട്ടിഫിഷ്യലി അല്ലാത്തത്, അതായത് ഏതാണ് നാച്ചുറൽ ഇക്കോസിസ്റ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിസർവോയർ ഓഫ് എ ഡാം, പാഡി ഫീൽഡ്, ഫോറസ്റ്റ് ഓർ ഗാർഡൻ? വളരെ സിമ്പിൾ ആണ് അല്ലെ. ഏതാണ് ആർട്ടിഫിഷ്യൽ അല്ലാത്തത്? റിസർവോയർ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പാഡി ഫീൽഡ്സ് നമ്മൾ കൃഷി ചെയ്യുന്നതാണ്. ഗാർഡൻ നമ്മൾ നമ്മുടെ വീട്ടിലെ ഗാർഡൻ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഗാർഡൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്, ഹ്യൂമൻ ബീങ്സ് ഉണ്ടാക്കുന്നതാണ്. ഫോറസ്റ്റ് ഹ്യൂമൻ ബീങ്സ് ഉണ്ടാക്കുന്നതല്ല, നാച്ചുറലി ഉള്ളതാണ്. ഓക്കെ, സോ which is not an artificial ecosystem? Forest is not an artificial ecosystem, it's a natural ecosystem. Next question. Dash was awarded Nobel Prize for Peace in 2018. ആർക്കാണ് നൊബേൽ പ്രൈസ് ഫോർ പീസ് ഇൻ 2018 കിട്ടിയത്? നദിയ മുറാദ്, കസുവോ ഇഷിഗോറ, ജെയിംസ് പി ആലിസൺ, ജോണ സ്ട്രിക്ലാൻഡ്. ഇതിൽ ആർക്കാണ് നൊബേൽ പീസ് പ്രൈസ് കിട്ടിയത്? ഓക്കെ, 2018. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നദിയ മുറാദിനാണ് കിട്ടിയത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഇനി വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വരാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ലേറ്റസ്റ്റ് വൺ ചോദിക്കാം. ഓക്കെ, അപ്പൊ 2021 ആർക്കാ കിട്ടിയത് എന്ന് ചോദിക്കാം. സോ 2021 കിട്ടിയത് മറിയ റെസ ആൻഡ് ഡിമിത്രി മ്യൂറാട്ടോവിനാണ്. ഓക്കെ, മറിയ റെസ ആൻഡ് ഡിമിത്രി മ്യൂറാട്ടോവിനാണ് 2021 നൊബേൽ പ്രൈസ് ഫോർ പീസ് കിട്ടിയത്. Which Indian cricketer topped the MRF Tyres ICC Test Player rankings at the year end of 2018? 2018 year endil MRF Tyres ICC Cricket Test Player ranking top ചെയ്തത് ആരാണ്? വിരാട് കോഹ്ലി, അജിങ്ക്യ രഹാനെ, ചേതേശ്വർ പുജാര, രവീന്ദ്ര ജഡേജ. ഇതിൽ ആരായിരുന്നു റാങ്കിംഗ് ടോപ്പ് ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിരാട് കോഹ്ലിയാണ്. ഓക്കെ, 2018. 2021 നമ്മൾ നോക്കി വെക്കാം. സോ 21 ഇപ്പൊ പ്രസന്റ്ലി ജോ റൂട്ട് ആണ്, ഇംഗ്ലണ്ടിലെ കളിക്കാരനായ ജോ റൂട്ട് ആണ്. ആൻഡ് 2020 കഴിഞ്ഞ വർഷത്തേത്
കെയ്ൻ വില്യംസൺ ആണ്. ഓക്കെ, കെയ്ൻ വില്യംസൺ ആണ് ന്യൂസിലൻഡ് പ്ലെയർ ആയ കെയ്ൻ വില്യംസൺ ആണ്. 2020 2021 ജോ റൂട്ട് ആണ്. 10ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്? നമ്മൾ ലിറ്റ്മസിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ നേരത്തെയും കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ബ്ലൂ ലിറ്റ്മസ് റെഡ്, ബ്ലൂ ലിറ്റ്മസ് റെഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? നമ്മൾ അതിന്റെ കോഡും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പഠിച്ചത്? നമ്മൾ ABR എന്ന് പഠിച്ചിരുന്നു അല്ലെ. ആസിഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. ഓക്കെ, സോ ഇതിൽ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതിനാണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിനീഗർ ആണോ, വാട്ടർ ആണോ, ബേക്കിംഗ് സോഡ ആണോ, അതോ മിൽക്ക് ആണോ? ഇതിൽ എസിഡിക് ആയിട്ടുള്ളത് ഏതാണ്? അതിനാണ് ബ്ലൂ ലിറ്റ്മസ് റെഡ് ആക്കാൻ പറ്റുന്നത്. സോ ഇതിൽ ഏതാണ് എസിഡിക് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ, വിനീഗർ ആണ് അല്ലെ. വിനീഗർ എന്ന് പറയുന്നത് നമ്മുടെ അസിറ്റിക് ആസിഡ് ആണ്. സോ വിനീഗർ ക്യാൻ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ഓക്കെ, which of the following statements is not correct about myopia? മയോപ്പിയ എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് സൈറ്റഡ്നെസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ് ആണ്. അതായത് അടുത്തുള്ളത് കാണാൻ പറ്റും, ദൂരെയുള്ളത് കാണാൻ പറ്റില്ല. അതാണ് മയോപ്പിയ എന്ന് പറയുന്നത്. സോ അതിനെപ്പറ്റി കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്, ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ വിഷൻ മേ ബി കറക്റ്റഡ് വിത്ത് കോൺകേവ് ലെൻസ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് നിയർ സൈറ്റഡ്നെസ്. ഇൻ ദ എഫക്റ്റഡ് ഐ, ദ ഇമേജ് ഓഫ് ദ ഡിസ്റ്റന്റ് ഓബ്ജെക്ട് is formed beyond the retina. Person affected cannot see beyond few meters. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മയോപ്പിയെ നമ്മൾ ഷോർട്ട് സൈറ്റഡ്നെസ് ഓർ നിയർ സൈറ്റഡ്നെസ് എന്ന് പറയും. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണ്, അതും കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു അടുത്തുള്ളത് കാണാൻ പറ്റും, ദൂരെയുള്ളത് കാണാൻ പറ്റില്ല. സോ ദ പേഴ്സൺ അഫക്റ്റഡ് കനോട്ട് സീ ബിയോണ്ട് ഫ്യൂ മീറ്റേഴ്സ്, അതും ശരിയാണ്. ശരിയല്ലാത്തത് ഏതാണ്? affected eye, the image of the distant object is formed beyond retina. റെറ്റിനയുടെ പുറകിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റെറ്റിനയുടെ പുറകിലല്ല ഇമേജ് ഫോം ചെയ്യുന്നത്, റെറ്റിനയുടെ മുന്നിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. സോ ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Which of the following options is also termed as the third tier of democracy in India? Third tier, 3 tiers ആണുള്ളത്. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് എന്തായിരിക്കും? ഏറ്റവും മേലിൽ നമ്മുടെ സെന്റർ, അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് വരും. അത് കഴിഞ്ഞിട്ട് എന്ത് വരും? സ്റ്റേറ്റുകളിലുള്ള ഗവൺമെന്റ്സ്, അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് വരും. മൂന്നാമത്തെ ലെവലിലുള്ള ഗവൺമെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. തേർഡ് ടയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ? അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെന്റ് സെക്കൻഡ് ലെവൽ വരുന്നത്. പിന്നെ യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റ് ആണോ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണോ, അതോ സുപ്രീം കോർട്ട് ആണോ വരുന്നത്? തേർഡ് ലെവൽ എന്ന് പറയുന്നത്, ഈ തേർഡ് ടയർ എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ വില്ലേജസിലൊക്കെ ആണെങ്കിൽ പഞ്ചായത്ത് ആയിരിക്കും, അതല്ല ടൗണിലാണെങ്കിൽ എന്തായിരിക്കും? മുനിസിപ്പാലിറ്റീസ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ തേർഡ് ടയർ ഓഫ് ഡെമോക്രസി എന്നറിയപ്പെടുന്നത്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഓക്കെ, 13th question. Ashoka appointed religious officials known as, അശോക അപ്പോയിന്റ് ചെയ്തിരുന്ന റിലീജിയസ് ഒഫീഷ്യൽസിനെ നമ്മൾ എന്താണ് വിളിച്ചിരുന്നത്? ധമ്മ മഹാമത്ത, ധമ്മാധിരാജ്, ധർമാധികാരി, ധമ്മാധ്യക്ഷ. ഇതിൽ എന്താണ് വിളിച്ചിരുന്നത് റിലീജിയസ് ഒഫീഷ്യൽസിനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ധമ്മ മഹാമത്ത എന്നാണ് വിളിച്ചിരുന്നത്. ധമ്മ മഹാമത്ത എന്നാണ് റിലീജിയസ് ഒഫീഷ്യൽസ് ഓഫ് അശോക. 14ാമത്തെ ചോദ്യം, ബാങ്ക് റേറ്റ്സ് ആർ ഡിസൈഡഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ബാങ്ക് റേറ്റ്സ്, നമ്മുടെ ബാങ്കിൽ റേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, നമുക്ക് ലോണിന്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും, നമ്മൾ എമൗണ്ട് ഇടുമ്പോൾ അതിന് FDക്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, RDക്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പൊ ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, അതോ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണോ ബാങ്ക് റേറ്റ്സ് ഡിസൈഡ് ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, RBI ആണ് ബാങ്ക് റേറ്റ്സ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ബാങ്ക് റേറ്റ്സ് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? RBI ആണ്. RBI പറ്റി നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ്, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് RBI. എക്സാമിന് പോകുന്നതിന് മുമ്പ് RBIനെ പറ്റി ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നാണ് RBI ഫോം ചെയ്തത്, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, RBIയുടെ പ്രസന്റ് ഗവർണർ ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. 15ാമത്തെ ചോദ്യം, 15th question. The percolation rate of water is the least in dash type of soil. Percolation rate എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സർഫസിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ അടിയിലേക്ക് അത് അബ്സോർബ് ചെയ്ത് പോകുന്ന അതിന്റെ റേറ്റ്. ഓക്കെ, ആ റേറ്റിനാണ് നമ്മൾ പെർക്കുലേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പെർക്കുലേഷൻ റേറ്റ് ഏറ്റവും കുറവുള്ളത്, ലീസ്റ്റ്, എവിടെ, ഏത് ടൈപ്പ് ഓഫ് സോയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ക്ലേ, സാൻഡി, ഗ്രാവൽ ഓർ ലോമി?
ഓക്കെ. സാൻഡി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, മണല്. ഓക്കെ, മണലിലാണോ? ഗ്രാവൽ. ഗ്രാവൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇങ്ങനെ കല്ല് പോലെയുള്ള മണ്ണുണ്ടാവും അല്ലെ. പിന്നെ ലോമി എന്ന് പറയുന്നത് ബേസിക്കലി സാൻഡ്, സിൽറ്റ്, ക്ലേ ഇതിന്റെ എല്ലാത്തിനെയും കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സോയിൽ ആണ് ലോമി. ക്ലേ എന്ന് പറയുന്നത് എന്താണ്? ചെളിമണ്ണ്, കളിമണ്ണ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഇങ്ങനെ വല്ലാണ്ട് വാട്ടർ കണ്ടന്റ് ഉള്ള ടൈപ്പ് സോയിൽ, അതാണ് ക്ലേ എന്ന് പറയുന്നത്. സോ ഇതിൽ ഏതിലാണ് ഏറ്റവും കുറവ് പെർക്കുലേഷൻ റേറ്റ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്ലേയിനാണ് അല്ലെ. നമുക്കറിയാം ക്ലേ ആണ് ഇങ്ങനെ ചെളി പോലെ ഇരിക്കുന്നത്. സോ ക്ലേക്കാണ് ഏറ്റവും കുറവ് പെർക്കുലേഷൻ റേറ്റ്. 16th question. Jnanapith Award. Jnanapith Award is given for excellence in which of the following fields? Awards എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുന്നു? ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് കിട്ടിയത് ആർക്കാണ്, ഫസ്റ്റ് കിട്ടിയത് ആർക്കാണ്, ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ജ്ഞാനപീഠ അവാർഡ് ഇസ് ഗിവൺ ഫോർ എക്സലൻസ് ഇൻ വിച്ച് ഫീൽഡ്? ഏത് ഫീൽഡിലാണ് ജ്ഞാനപീഠ അവാർഡ് കൊടുക്കുന്നത്? മെഡിസിൻ ആണോ, സോഷ്യൽ വർക്ക് ആണോ, ലിറ്ററേച്ചർ ആണോ, അതോ സിനിമ ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലിറ്ററേച്ചർ ആണ്. ഐ ഹോപ്പ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ജ്ഞാനപീഠ അവാർഡ് നമ്മൾ കൊടുക്കുന്നത് ലിറ്റററി വർക്കിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ആൻഡ് ഹയസ്റ്റ് അവാർഡ് ഇൻ ലിറ്ററേച്ചർ ആണ് ജ്ഞാനപീഠ അവാർഡ് എന്ന് പറയുന്നത്. ഇത് കൊടുക്കുന്നത് ഭാരതീയ ജ്ഞാനപീഠ ഓർഗനൈസേഷൻ ആണ് ഇത് കൊടുക്കുന്നത്. ഇനി ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത് ആർക്കാണ്? ജി ശങ്കരകുറുപ്പിനാണ്. 1965 ഇത് കിട്ടിയത് ഫോർ ഓടക്കുഴലും. ഓക്കെ, ഇനി ആദ്യത്തെ വനിത ആർക്കാണ് ഇത് ജ്ഞാനപീഠ കിട്ടിയത്? ആശാ പൂർണ ദേവി. ഓക്കെ, ആശാ പൂർണ ദേവിക്കാണ് 1976 ഫസ്റ്റ് ലേഡി ടു ഗെറ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫീമെയിൽ ടു ഗെറ്റ് ജ്ഞാനപീഠ അവാർഡ്. ഓക്കെ, ലാസ്റ്റ് കൊടുത്തത് 2019 19 കിട്ടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കിട്ടിയത് ജി ശങ്കരക്കുറുപ്പിന്, ഇപ്പൊ ലാസ്റ്റ് 2019 കൊടുത്തിരിക്കുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. ഓക്കെ, In which year was Earth Summit of Rio de Janeiro held? എപ്പോഴാണ് എർത്ത് സമ്മിറ്റ് റിയോ ഡി ജനീറോയിൽ നടന്നത്? ഇത് എവിടെയാണ്? ബ്രസീലിലാണിത്. സോ ഇത് ഇവിടെ ആദ്യമായിട്ടാണ് എർത്ത് സമ്മിറ്റ് നടക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നടന്നതാണ് ഈ എർത്ത് സമ്മിറ്റ്. ആദ്യത്തെ എർത്ത് സമ്മിറ്റ് എപ്പോഴായിരുന്നു? 1990, 1991, 92 or 93? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 1992 ജാനുവരി 3 തൊട്ട് ജാനുവരി 14 വരെ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നതാണ് എർത്ത് സമ്മിറ്റ്. 18th question. Pandit Bhimsen Joshi is associated with which traditional musical form? ഏത് ട്രഡീഷണൽ മ്യൂസിക്കൽ ഫോമിനോട് റിലേറ്റഡ് ആണ് പണ്ഡിറ്റ് ഭീംസേൻ ജോഷി? കവ്വാലി ആണോ, കർണാട്ടിക് മ്യൂസിക് ആണോ, ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണോ, അതോ ഠുംറി ആണോ? ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പണ്ഡിറ്റ് ഭീംസേൻ ജോഷി. ഓക്കെ, next question, 19th question. Land and sea breeze are caused due to convection, acclimatization, radiation or convection. ലാൻഡ് ആൻഡ് സീ ബ്രീസിന് കാരണം എന്താണ്? ഓപ്ഷൻ എ, കൺവെക്ഷൻ ആണ്. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹീറ്റിംഗ് അപ്പ് ആണ്. സോ ഡേ ടൈമിൽ ലാൻഡ് ഹീറ്റഡ് ആയിരിക്കുന്നത് കൊണ്ട് അവിടെ ഉള്ള എയർ ലൈറ്റർ ആയിരിക്കും, ആൻഡ് ആ ലൈറ്റർ എയർ ലാൻഡിൽ നിന്ന് സീന്റെ സൈഡിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, എന്നാൽ അതേസമയം രാത്രിയാവുമ്പോൾ, അതുപോലെ തന്നെ ഏർലി മോർണിംഗ് സമയത്ത് ലാൻഡ് കമ്പാരിറ്റീവ്ലി കോൾഡർ ആയിരിക്കും വെൻ കമ്പയർഡ് ടു സീ. സീനേക്കാളും ലാൻഡിന്റെ ടെമ്പറേച്ചർ ആയിരിക്കും കുറവ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രീസ് അവിടുന്ന്, അതായത് സീയിൽ നിന്ന് ലാൻഡിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഇതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. What is the role of mucus secreted by the stomach? Role of mucus secreted by the stomach. To protect the lining of the stomach, to digest fat, to kill the germs in the food, to digest the protein. ഇതിൽ എന്താണ് മ്യൂക്കസിന്റെ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ടു പ്രൊട്ടക്ട് ദ ലൈനിങ് ഓഫ് ദ സ്റ്റമക്ക് ആണ്. നമുക്കറിയാം സ്റ്റമക്കിന്റെ അകത്ത് ഗ്യാസ്ട്രിക് ജ്യൂസസ് ഉണ്ട്, അതിന്റെ അകത്ത് HCl ഉണ്ടെന്ന് അറിയാം അല്ലെ. HCl എന്താണ്? അതൊരു ആസിഡ് ആണ്. ആസിഡിന് സ്റ്റമക്കിന്റെ വോൾസിനെ ബേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുക, അതിൽ നിന്ന് സ്റ്റമക്കിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് മ്യൂക്കസിന്റെ മെയിൻ ഫംഗ്ഷൻ. സോ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ലൈനിങ് ഓഫ് ദി സ്റ്റമക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 21st ക്വസ്റ്റ്യൻ. ജാതക ടെയിൽസ് നമ്മൾ എല്ലാവരും കുഞ്ഞിന് വായിച്ചിട്ടുണ്ടാവുന്ന ഒരു ബുക്കാണ് അല്ലെ, ജാതക ടെയിൽസ്. ജാതക ടെയിൽസ് ആർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ട്സ്? ലിംഗായത്, ശൈവിസം, ജൈനിസം ഓർ ബുദ്ധിസം? ഏതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കാണ് ജാതക ബുക്സ് എന്ന് പറയുന്നത്? എന്താണിത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ബുദ്ധിസത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കാണ് ജാതക ടെയിൽസ്. ജാതക ടെയിൽസ് ബേസിക്കലി ഗൗതം ബുദ്ധന്റെ
പ്രീവിയസ് ബർത്തിനെ പറ്റിയുള്ള സ്റ്റോറീസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ജാതക ടെയിൽ ഈസ് റിലേറ്റഡ് ടു ബുദ്ധിസം. Where were 2018 Commonwealth Games held? Commonwealth Games 2018 നടന്നത് എവിടെയാണ്? ദോഹ, ലണ്ടൻ, ഗോൾഡ് കോസ്റ്റ് ഓർ ബ്രസീൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗോൾഡ് കോസ്റ്റിലാണ് 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഓക്കെ, ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് എപ്പോഴായിരുന്നു? 1930 1930 ഫസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. അന്ന് അതിന്റെ പേര് കോമൺവെൽത്ത് ഗെയിംസ് എന്നായിരുന്നില്ല, ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു. ഓക്കെ, ഹാമിൽട്ടണിലാണ് ഇത് നടക്കുന്നത്. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു കോമൺവെൽത്ത് ഗെയിംസിന്റെ പഴയ പേര്. 1930 ഇത് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാം 4 വർഷം കൂടുമ്പോഴാണ് ഇത് നടക്കുന്നത്. സോ ലാസ്റ്റ് കഴിഞ്ഞത് 2018 ഗോൾഡ് കോസ്റ്റില്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് 2022 ബിർമിംഗമിലാണ്. ഓക്കെ, സോ ലാസ്റ്റ് കഴിഞ്ഞത് എവിടെയാണ്? 2018 ഗോൾഡ് കോസ്റ്റിലാണ്. എന്നാൽ നെക്സ്റ്റ് എവിടെയാണെന്ന് ചോദിക്കാം, ബിർമിംഗമിലാണ് 2022. Next question, muscle cramps are caused by water loss during sweating, fatiguing muscle repairing aerobically, increased blood circulation, accumulation of lactic acid. ഇതിൽ എന്ത് കാരണം കൊണ്ടാണ് മസിൽ ക്രാംസ് ഉണ്ടാവും? നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ മസിൽസിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു കഴപ്പൊക്കെ ഫീൽ ചെയ്യും അല്ലെ? അതിന് കാരണം എന്താണ്? നമ്മൾ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്നതുകൊണ്ട് വെള്ളം ബോഡിയിൽ നിന്ന് പോകുന്നത് കൊണ്ടാണോ, അതോ മസിൽസ് സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണോ എയറോബിക്കലി, അതോ ബ്ലഡ് സർക്കുലേഷൻ, ആ ഏരിയയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ടാണോ, അതോ ആ ഏരിയയിൽ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എയറോബിക് റെസ്പിറേഷൻ, ആനറോബിക് റെസ്പിറേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. ആ സമയത്ത് നമ്മൾ കണ്ടിരുന്നു ഇൻസഫിഷ്യന്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ ഉണ്ടാവുമ്പോൾ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, അപ്പം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് ഓക്സിജൻ റിക്വയർമെന്റ് കൂടും. പക്ഷെ അത്രയ്ക്ക് മാത്രം അവിടെ ഓക്സിജൻ കിട്ടാണ്ടാകുമ്പോൾ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻസഫിഷ്യന്റ് ഓക്സിജൻ. അങ്ങനെ ഇൻസഫിഷ്യന്റ് ഓക്സിജന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, 24th question, which of the following languages is not a part of 8th schedule of the constitution? നമ്മുടെ 8th schedule നമ്മുടെ ലാംഗ്വേജസിനെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കൺട്രിയുടെ ഏതൊക്കെയാണ് ലാംഗ്വേജസ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. എത്ര ലാംഗ്വേജസ് ആണ് കൊടുത്തിരിക്കുന്നത്? 22 ലാംഗ്വേജസ് ആണ് നമ്മുടെ 8th ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിൽ വരാത്ത ഏതാണ്? ഡോഗ്രി, ബോഡോ, പേർഷ്യൻ ഓർ സന്തൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പേർഷ്യൻ ലാംഗ്വേജ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. സോ നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം അബൌട്ട് 8th ഷെഡ്യൂൾ. 8th ഷെഡ്യൂളിൽ 22 ലാംഗ്വേജസ് ആണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനീഷ്യലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ സമയത്ത് അതിൽ 14 ലാംഗ്വേജസ് ആണ് മെൻഷൻ ചെയ്തിരുന്നത്. ഏതൊക്കെയാണ് ഈ 14 ലാംഗ്വേജസ്? ആസമീസ്, ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ആസമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കശ്മീരി, കന്നഡ, മലയാളം, മറാഠി, ഒഡിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ്, തമിഴ്, തെലുഗു, ഉറുദു. ഇത്രയും ലാംഗ്വേജസ് ആണ് ഫസ്റ്റ് 14 ലാംഗ്വേജസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, പിന്നീട് 1967 21st അമെൻമെന്റ് വഴി സിന്ധി ലാംഗ്വേജ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, 21st അമെൻമെന്റ് വഴി സിന്ധി ലാംഗ്വേജ് ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ 71st അമെൻമെന്റ് വഴി 1992 71st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴി 3 ലാംഗ്വേജസും കൂടി ആഡ് ചെയ്തു. ഏതൊക്കെയാണത്? കോങ്കിണി, മണിപ്പുരി ആൻഡ് നേപ്പാളി. ഓക്കെ, കോങ്കിണി, മണിപ്പുരി, നേപ്പാളി 71st അമെൻമെന്റ് ആക്ട് വഴി. 92nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 2003 ലേറ്റസ്റ്റ് ഇതാണ്. സോ ഈ ആക്ട് വഴി 4 ലാംഗ്വേജസും കൂടി ആഡ് ചെയ്തു. അതാണ് ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്തലി. ഓക്കെ, ഇതാണ് നമ്മുടെ ടോട്ടൽ 22 ലാംഗ്വേജസ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. 25ാമത്തെ ചോദ്യം, ഡാഷ് വാസ് ദ ഫൗണ്ടർ ഓഫ് ശുദ്ധി മൂവ്മെന്റ്? ശുദ്ധി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? സ്വാമി വിവേകാനന്ദ, സ്വാമി ദയാനന്ദ സരസ്വതി, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ഓർ രാജാ റാം മോഹൻ റോയ്? ഇതിൽ ആര് സ്റ്റാർട്ട് ചെയ്തതാണ് ശുദ്ധി മൂവ്മെന്റ്? ബേസിക്കലി ആര്യ സമാജിന്റെ അണ്ടറാണ് ശുദ്ധീകരൺ മൂവ്മെന്റ്, ശുദ്ധീകരൺ സ്റ്റാർട്ട് ചെയ്തത്. ഇത് സ്റ്റാർട്ട് ചെയ്ത ആര്യ സമാജിന്റെ ഫൗണ്ടർ ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, അപ്പോ ശുദ്ധി മൂവ്മെന്റ് ഇസ് ഫൗണ്ടഡ് ബൈ സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, അദ്ദേഹം ഫൗണ്ട് ചെയ്തതാണ് ആര്യ സമാജ്. സ്വാമി വിവേകാനന്ദ എന്തായിരുന്നു ഫൗണ്ട് ചെയ്തത്? രാമകൃഷ്ണ മിഷൻ ആണ് അല്ലെ. പിന്നെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനെ പറ്റി പറയുകയാണെങ്കിൽ വിഡോ റീമാരേജും അതുപോലെ തന്നെ വിമൻ എഡ്യൂക്കേഷൻ, ഇതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിനെ പറ്റി ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ്.
രാജാറാം മോഹൻ റോയ് ആണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ്, ബ്രഹ്മ സമാജിന്റെ ഫൗണ്ടർ ആണ്. അതുപോലെ തന്നെ സതി അബോളിഷന് വേണ്ടി വർക്ക് ചെയ്തത് ഇദ്ദേഹമാണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഹാഫ് ഓഫ് ദ സെഷൻ കഴിഞ്ഞു, 25 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. സോ എന്റെ സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി മനഃപൂർവ്വം തന്നെയാണ് സ്പീഡ് കൂടുതൽ വെച്ചിരിക്കുന്നത്. ബിക്കോസ് സെഷൻസ്, ഇങ്ങനെയുള്ള സെഷൻസ് നമ്മൾ പാടി ആടി ഇങ്ങനെ പതുക്കെ പതുക്കെ പോയി കഴിഞ്ഞാൽ പലർക്കും ബോറടിക്കും. അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ബ്രെയിനിനെ കുറച്ച് ആക്റ്റീവായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സ്പീഡിൽ പറയുക, സ്പീഡിൽ നടക്കുക, ഇങ്ങനെ സ്പീഡിൽ പറയുന്നത് കേൾക്കുക, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഇതൊക്കെ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 26. Which of the following heritage site shows Dravidian style of agriculture? Dravidian style of architecture ഇതിൽ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? കൊണാർക്ക് ടെമ്പിളിലാണോ, ബോധഗയയിലാണോ, അക്ഷർധാമിലാണോ, അതോ ഹംപിയാണോ? ഡ്രവിഡിയൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ നോർത്തേൺ പാർട്ടിൽ നഗര സ്റ്റൈൽസ് ആണ്. ഓക്കെ, മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ആണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. നോർത്തേൺ ഇന്ത്യയിലാണെങ്കിൽ നഗര സ്റ്റൈൽ ആയിരിക്കും. എഴുതി വെച്ചോളൂ, നഗര സ്റ്റൈൽ, നോർത്തേൺ ഇന്ത്യ, NN എന്ന് ഓർത്ത് വെക്കാം. ഡ്രവിഡിയൻ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ കാണുന്ന ടെമ്പിൾ ഡിസൈൻ ആണ് ഡ്രവിഡിയൻ സ്റ്റൈൽ. മറ്റൊരു ഡിസൈനും കൂടി ഉണ്ട്, അതാണ് വെസറ. വെസറ എന്ന് പറയുന്നത് സെൻട്രൽ റീജിയനിൽ വരുന്ന ടെമ്പിൾസ് ആണ്. ഓക്കെ, ഇതൊരു കോമ്പിനേഷൻ ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഡ്രവിഡിയൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇവിടെ എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഈ അമ്പലങ്ങളിൽ സദേൺ അമ്പലം ഏതാണുള്ളത്? ഹംപിയാണ്, കർണാടകയിലാണ് ഹംപി ഉള്ളത്. സോ ഹംപിയിലാണ് നമുക്ക് ഡ്രവിഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Adopt a heritage. Apni Dharohar Apni Pehchan is an initiative of Indian Council of Historical Research, Ministry of Tourism, Archaeological Survey of India, Ministry of Culture. ഇതിൽ ആരുടെ ഇനീഷ്യേറ്റീവ് ആണ് Adopt a Heritage, Apni Dharohar Apni Pehchan? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മിനിസ്ട്രി ഓഫ് ടൂറിസത്തിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് അഡോപ്റ്റ് ഹെറിറ്റേജ്, അപ്നി ധരോഹർ അപ്നി പെഹച്ചാൻ എന്നുള്ളത്. ഇത് 27th September 2017 നമ്മുടെ പ്രസിഡന്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തത്. എന്നാണ് ലോഞ്ച് ചെയ്തത്? 27 September 2017 ഓൺ ദ ഒക്കേഷൻ ഓഫ് വേൾഡ് ടൂറിസം ഡേ. ഓക്കെ, വേൾഡ് ടൂറിസം ഡേയുടെ ആ ഒരു ഒക്കേഷനിലാണ് ഈ ഒരു പർട്ടിക്കുലർ ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത്. 28th question. According to the census 2011, which state has highest literacy rate? Highest literacy rate in India ഏത് സ്റ്റേറ്റിലാണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഓപ്ഷൻസ് പോലും കാണേണ്ട, കേരളത്തിനാണ്. കേരള ഹാസ് എ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ്. ഓക്കെ, ലീസ്റ്റ് ലിറ്ററസി റേറ്റ് എവിടെയാണുള്ളത് ഇന്ത്യയിൽ? ബീഹാറിലാണ് ലീസ്റ്റ് ലിറ്ററസി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി യൂസ്ഡ് ആസ് എൻ ഇൻഡിക്കേറ്റർ? ഇത് കെമിസ്ട്രിയിൽ നിന്നിട്ടാണ്. ആസിഡ് ബേസിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഒക്കെ ലാബിൽ യൂസ് ചെയ്ത് കാണും എല്ലാവരും. നമ്മൾ അറ്റ്ലീസ്റ്റ് 9th 10th നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സോ ഇതിൽ ഏതാണ് ഒരു ഇൻഡിക്കേറ്റർ അല്ലാത്തത്? ചൈന റോസ് ആണോ, ഫിനോഫ്തലീൻ ആണോ, കോമൺ സോൾട്ട് ആണോ, അതോ ടേമറിക് ആണോ? ഇതിൽ ഏതാണ് ഒരു ഇൻഡിക്കേറ്റർ അല്ലാത്തത്? ചൈന റോസ് ആണോ? അല്ല. ചൈന റോസിന് ആസിഡ്, നമ്മൾ ആസിഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ മജന്റ കളർ ആകും. ബേസ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്ത ഗ്രീൻ കളർ ആകും. ഓക്കെ, സോ ഇതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഫിനോഫ്തലീൻ ആണെന്നുണ്ടെങ്കിൽ അത് ആസിഡിൽ കളർലെസ് ആയിട്ടിരിക്കും, എന്നാൽ ബേസിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് പിങ്ക് ടു റെഡ്, ഡാർക്ക് റെഡ് ആയിട്ട് മാറാൻ തുടങ്ങും. ഓക്കെ, സോ ഇതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. ടേമറിക്കുമാണ്. ടേമറിക് ആസിഡിൽ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് യെല്ലോ കളർ ആവും, അതേസമയം ബേസിലാണെന്നുണ്ടെങ്കിൽ റെഡിഷ് കളറായി മാറും. നമ്മൾ സോപ്പ് ഒക്കെ പുരട്ടുമ്പോൾ മഞ്ഞളുള്ള ഭാഗത്ത് നമ്മൾ സോപ്പ് പുരട്ടുമ്പോൾ അതൊരു ചുവന്ന കളറായി മാറില്ലേ? അത് ഈ റിയാക്ഷൻ കൊണ്ടാണ്. ഓക്കെ, സോ ടേമറിക്കും ഒരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ ഇൻഡിക്കേറ്റർ അല്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ കോമൺ സോൾട്ട്. നമ്മുടെ ഉപ്പ് ഒരു ഇൻഡിക്കേറ്റർ അല്ല. ഓക്കെ, അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കോമൺ സോൾട്ട് ആണ്. Nagarjuna Sagar Dam is built on which river? Nagarjuna Sagar Dam is built on which river? Pamba, Mahanadi, Krishna or Kaveri? Nagarjuna Sagar Dam എവിടെയാണുള്ളത്? ആന്ധ്രാപ്രദേശിലാണുള്ളത്. ഇത് ഏത് നദിയിലാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കൃഷ്ണ നദിയിലാണ്. ഓക്കെ, അപ്പൊ നാഗാർജുന സാഗർ ഡാം ഇസ് ബിൽറ്റ് ഓൺ കൃഷ്ണ റിവർ. Next question. Mirabai Chanu won gold medal in which of the following events held in അനഹെം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? ഓക്കെ, അപ്പൊ മീരാബായ് ചാനു ഇപ്പോ നമ്മുടെ ഒളിമ്പിക്സിൽ സിൽവർ മെഡൽ കിട്ടി എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനു മുമ്പായിട്ട്
അനാഹെം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഗോൾഡ് മെഡൽ കിട്ടിയിരുന്നു. അത് എന്തിനായിരുന്നു? വേൾഡ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ആണോ, വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ് ആണോ, വേൾഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നോ, അതോ വേൾഡ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണോ? വളരെ സിമ്പിൾ ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു പോയത്? വെയിറ്റ് ലിഫ്റ്റിംഗ്. സോ വേൾഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കിട്ടിയിരുന്നു. Next question. The temperate grasslands of South America are called down, prairie, pampas or wells. Temperate grasslands of South Africa നമ്മൾ എന്താണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വെൽസ് എന്നാണ് പറയുന്നത്. വെൽസ്. ഓക്കെ. പമ്പാസ് എന്ന് പറയുന്നത് നമ്മുടെ അർജന്റീനയിലുള്ള ഗ്രാസ് ലാൻഡ്സ് ആണ്. ഓക്കെ. പ്രേറീസ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലുള്ള ഗ്രാസ് ലാൻഡ്സ് ആണ്. ആൻഡ് ഡൗൺ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള ഗ്രാസ് ലാൻഡ്സ് ആണ്. ഓക്കെ. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലുള്ളത് വെൽഡ് ആണ്, അർജന്റീനയിൽ പമ്പാസ്, നോർത്ത് അമേരിക്കയിലുള്ളതാണ് പ്രേറി, ആൻഡ് ഓസ്ട്രേലിയയിലാണ് ഡൗൺ. Next question. Who among the following was nominated for the prestigious Laureus World Sports Award? Nominate, which Indian? First Indian ആയിരുന്നു to be nominated for prestigious Laureus World Sports Award. അത് ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനിർബാൻ ചാറ്റർജി, പങ്കജ് അഡ്വാനി, ദുതി ചന്ദ് ഓർ വിനേഷ് ഫോഗട്ട്. ഇതിൽ ആരെയാണ് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ നമ്മുടെ ലോറിയസ് വേൾഡ് സ്പോർട്സ് അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വിനേഷ് ഫോഗട്ട് ആണ്. ഓക്കെ. ഇത് ആദ്യമായി കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറിനാണ്. ഫസ്റ്റ് ഇന്ത്യൻ, ആദ്യമായിട്ട് കിട്ടിയെന്നല്ല, ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ഈ ലോറിയസ് വേൾഡ് സ്പോർട്സ് അവാർഡ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ ആരാന്ന് വെച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ആദ്യത്തെ നോമിനേഷൻ കിട്ടിയത് വിനേഷ് ഫോഗട്ടിനാണ്. Next question. In the context of elections in India, what is the full form of VVPAT? VVPAT എന്ന് വെച്ചാൽ എന്താണ്? വോട്ടർ വിസിറ്റ് പോൾ അക്കൗണ്ട് ട്രയൽ, വോട്ടർ വിവിഡ് പ്രസ് ഓഡിറ്റ് ട്രയൽ, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ, വോട്ടർ വെരിഫയബിൾ പേപ്പർ അക്കൗണ്ട് ട്രയൽ. ഇതിൽ എന്താണ് VVPAT? VVPAT എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ ആണ്. ഓക്കെ. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ ആണ്. ഇത് ബേസിക്കലി ഒരു വോട്ടറിന് വെരിഫൈ ചെയ്യാൻ പറ്റും അവരുടെ വോട്ടിംഗ്. ഓക്കെ. സോ ഇറ്റ് ഹെൽപ്സ് ദ വോട്ടർ ടു വെരിഫൈ ദെയർ വോട്ട്സ്. ഇത് ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്തത് നാഗാലാൻഡിലെ നോക്സനിലാണ് 2013 ആൻഡ് 2019 ആയപ്പോഴേക്കും ലോക്സഭയുടെ എല്ലാം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഓക്കെ. അപ്പൊ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നാഗാലാൻഡിലെ നോക്സനിലാണ്. 35th question. Food containing fat and oil, when kept for a long time, it causes a change in smell and taste due to the process of decomposition, fermentation, rancidity or substitution. ഓയിൽ ആൻഡ് ഫാറ്റ് കണ്ടെയ്നിങ് ഫുഡ് കുറെ നേരം വെച്ച് കഴിയുമ്പോൾ അതിന്റെ സ്മെല്ലിനും ടേസ്റ്റിനും ഒരു വ്യത്യാസം വരും. അതിന് കാരണം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, റാൻസിഡിറ്റി ആണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ ഫുഡ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. സോ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ ഫുഡ് വെക്കുകയാണെങ്കിൽ എയറുമായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല, അപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കില്ല. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിയൻ ടെറിട്ടറി ഹാസ് ദ സ്റ്റാറ്റസ് ഓഫ് പാർഷ്യൽ സ്റ്റേറ്റ്? പുതുച്ചേരി, ദാദ്ര നഗർ ഹവേലി, ഡാമൻ ആൻഡ് ഡ്യൂ, ലക്ഷദ്വീപ്. ഇതിൽ ഏത് യൂണിയൻ ടെറിട്ടറിക്കാണ് പാർഷ്യൽ സ്റ്റേറ്റിന്റെ സ്റ്റാറ്റസ് ഉള്ളത്? ബേസിക്കലി 3 യൂണിയൻ ടെറിട്ടറീസിന് പാർഷ്യൽ സ്റ്റേറ്റിന്റെ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. ജമ്മു ആൻഡ് കശ്മീർ, ഡൽഹി ആൻഡ് ഇവിടെയുള്ള ഓപ്ഷൻ എ പുതുച്ചേരി. ഓക്കെ. അപ്പൊ 3 യൂണിയൻ ടെറിട്ടറീസ്. ഏതൊക്കെയാണ് ഈ 3 യൂണിയൻ ടെറിട്ടറീസ്? ജമ്മു ആൻഡ് കശ്മീർ, ഡൽഹി ആൻഡ് പുതുച്ചേരി. ഓക്കെ. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എവിടെയാണ്? ഛത്തീസ്ഗഡ് ആണോ, ഒഡീഷയാണോ, കർണാടകയാണോ, അതോ തമിഴ്നാടു ആണോ? ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഓപ്ഷൻ സി, കർണാടകയിലാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ പാർക്സ്, ബേസിക്കലി നമ്മൾ ഇത് കുറെ ഉണ്ട് നാഷണൽ പാർക്സ്, അത് തന്നെ ഒരു ക്ലാസ് ആയിട്ട് എടുക്കാം. സോ അതിപ്പോ നമ്മൾ ചെയ്യുന്നില്ല. ബാക്കിയുള്ള ഓപ്ഷൻസ്, അതായത് ഛത്തീസ്ഗഡ്, ഒഡീഷ, തമിഴ്നാടു, ഇവിടെയുള്ള നാഷണൽ പാർക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. ഓക്കെ. സോ ഛത്തീസ്ഗഡിലെ നാഷണൽ പാർക്സ് ഗുരു ഘാസിദാസ് നാഷണൽ പാർക്ക്, ഇന്ദ്രാവതി നാഷണൽ പാർക്ക് ആൻഡ് കങ്കേർ ഘാട്ടി നാഷണൽ പാർക്ക്. ഗുരു ഘാസിദാസ്, ഇന്ദ്രാവതി, കങ്കേർ ഘാട്ടി നാഷണൽ പാർക്ക്. ഗുരു ഘാസിദാസ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് അല്ല കേട്ടോ, ഇവിടെ മധ്യപ്രദേശിലുള്ള ഒരു നാഷണൽ പാർക്കാണ് സഞ്ജയ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്.
സഞ്ജയ് നാഷണൽ പാർക്ക്, സഞ്ജയ് ഗാന്ധി അല്ല, സഞ്ജയ് നാഷണൽ പാർക്ക്. ഈ സഞ്ജയ് നാഷണൽ പാർക്ക് ഛത്തീസ്ഗഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അതിനെ വിളിക്കുന്ന പേരാണ് ഗുരു ഘാസിദാസ് നാഷണൽ പാർക്ക് എന്നുള്ളത്. ഓക്കെ. അടുത്തത് ഒഡീഷ. ഒഡീഷയില് ഭീതർകണിക്കയും സിംലിപ്പാലുമാണ് ഉള്ളത്. രണ്ടെണ്ണം, ഭീതർകണിക്ക, സിംലിപ്പാൽ. ഭീതർകണിക്ക ഒരു റംസാർ സൈറ്റും കൂടിയാണ്. ഓക്കെ. കർണാടകയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഉണ്ട്. ഇത് കൂടാതെ ബനാർഘട്ടയുണ്ട്, അൻഷി നാഷണൽ പാർക്ക് ഉണ്ട്, നാഗർഹോൾ നാഷണൽ പാർക്ക് ഉണ്ട്, ആൻഡ് കുദ്രമുഖ് നാഷണൽ പാർക്ക് ഉണ്ട്. ഓക്കെ. അപ്പൊ അൻഷി നാഷണൽ പാർക്ക്, ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, ബന്നാർഘട്ട നാഷണൽ പാർക്ക്, നാഗർഹോൾ നാഷണൽ പാർക്ക് ആൻഡ് കുദ്രമുഖ് നാഷണൽ പാർക്ക്, ഇതെല്ലാം കർണാടകയിലുള്ള നാഷണൽ പാർക്സ് ആണ്. തമിഴ്നാടുലെ ഇമ്പോർട്ടന്റ് നാഷണൽ പാർക്സ് ഗുണ്ടി നാഷണൽ പാർക്ക് ഉണ്ട്, ഗൾഫ് ഓഫ് മന്നാർ മറൈൻ നാഷണൽ പാർക്ക്, ഇന്ദിരാഗാന്ധി ഓർ അന്നമലൈ നാഷണൽ പാർക്ക്, മുതുമലൈ നാഷണൽ പാർക്ക് ആൻഡ് മുക്കുർത്തി നാഷണൽ പാർക്ക്. ഇതൊക്കെയാണ് തമിഴ്നാട്ടിലെ നാഷണൽ പാർക്സ്. ഇത് കൂടാതെ നാഷണൽ പാർക്സിനെ പറ്റി ചില ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്, അതും കൂടി നോക്കാം. ആദ്യത്തെ നാഷണൽ പാർക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഹെയ്ലി നാഷണൽ പാർക്ക്. 1936 ഇത് ഫോം ചെയ്തത്. ഇപ്പോൾ ഇതിന്റെ പേര് മാറ്റി ജിം കോബർട്ട് നാഷണൽ പാർക്ക് എന്നാക്കി, ഉത്തരാഖണ്ഡില്. ഓക്കെ. സോ ഫസ്റ്റ് നാഷണൽ പാർക്ക് ഹെയ്ലി നാഷണൽ പാർക്ക് ആണ് 1936, അതായത് ഇൻഡിപെൻഡൻസിനൊക്കെ മുന്നേ ഉള്ള നാഷണൽ പാർക്കാണ്. ഇത് എവിടെയാണ്? ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡില്. അതിന്റെ പേര് ഇപ്പൊ മാറ്റി ജിം കോബർട്ട് നാഷണൽ പാർക്ക് എന്നാക്കി. എന്നാൽ ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഏതാണ്? ഹെമിസ് നാഷണൽ പാർക്കാണ്. ലഡാക്കിലെ ഹെമിസ് നാഷണൽ പാർക്കാണ്. ഇത് ഇന്ത്യയിലെ മാത്രമല്ല സൗത്ത് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് നാഷണൽ പാർക്കാണ്. ഓക്കെ. ഇനി ഫസ്റ്റ് മെറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ്? ഫസ്റ്റ് മെറൈൻ നാഷണൽ പാർക്ക് ഗൾഫ് ഓഫ് കച്ചിലാണ്. ഓക്കെ. ഗൾഫ് ഓഫ് കച്ചിലാണ് ഫസ്റ്റ് മെറൈൻ നാഷണൽ പാർക്ക്. ഇനി ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഇൻ ദ വേൾഡ്. ഓക്കെ. ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്, അതിങ്ങനെ നീന്തി നടക്കുകയാണ്. ഓക്കെ. ഇത് എവിടെയാണ്? ഇത് മണിപ്പൂരിലെ കേബിൾ ലാംജോ നാഷണൽ പാർക്കാണ്. ഓക്കെ. ലോക്ടക് നദിയിലുള്ള, ലോക്ടക് റിവറിലുള്ള കേബിൾ ലാംജോ നാഷണൽ പാർക്ക്, ഇതാണ് ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഇൻ ദ വേൾഡ്. പിന്നെ നമ്മുടെ ജംഗിൾ ബുക്ക് ഉണ്ടല്ലോ, റുഡിയാർഡ് കിപ്ലിംഗിന്റെ ജംഗിൾ ബുക്ക് ബേസ് ചെയ്തിരിക്കുന്ന ഒരു നാഷണൽ പാർക്കിലാണെന്നാണ് പറയുന്നത്. അത് ഏത് നാഷണൽ പാർക്കാണ്? ചില ബുക്സിൽ കാൻഹ എന്ന് കൊടുത്തിട്ടുണ്ട്, ചിലതിൽ പെഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോഴും. സോ അതുകൊണ്ട് തന്നെ എക്സാമിൽ ഏതെങ്കിലും ഒരെണ്ണേ വരുള്ളൂ, കാൻഹ ഓർ പെഞ്ചേ വരുള്ളൂ. ഓക്കെ. സ്റ്റേറ്റ് വിച്ച് ഹാസ് നോ നാഷണൽ പാർക്സ്, പഞ്ചാബ് ആണ്. ഓക്കെ. സ്റ്റേറ്റ് ഹാവിംഗ് മാക്സിമം നമ്പർ ഓഫ് നാഷണൽ പാർക്സ്, മധ്യപ്രദേശ് ആണ്. ഓക്കെ. അപ്പൊ മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ഫോറസ്റ്റ് കവർ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം നാഷണൽ പാർക്സ് ഉള്ളത് മധ്യപ്രദേശിലാണ്. ഫസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ ടു ബി എക്വിപ്ഡ് വിത്ത് സാറ്റലൈറ്റ് ഫോൺസ്, ഇതൊരു കറണ്ട് അഫയേഴ്സും കൂടിയാണ്. അത് കാസിരംഗ നാഷണൽ പാർക്ക് അസ്സാമിലാണ്. ഓക്കെ. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക, പഠിക്കുക. 38th question. Bali Yatra, the voyage of Bali, is celebrated in which state? Tamil Nadu, Rajasthan, Kerala or Odisha? Bali Yatra celebrate ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഒഡീഷയാണ്. Which bridge connects Dibrugarh in Assam to Pasighat in Arunachal Pradesh? Dibrugarh in Assamനെ പസിഘട്ട് ഇൻ അരുണാചൽ പ്രദേശ് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്, ഇത് ഏതാണ് ബ്രിഡ്ജ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബോഗിബീലാണ്. ഓക്കെ. ഈ ബ്രിഡ്ജിന്റെ പേര് ബോഗിബീൽ എന്നാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റെയിൽ കം റോഡ് ബ്രിഡ്ജ് ആണ്. ഓക്കെ. റെയിൽ കം റോഡ് ബ്രിഡ്ജ് ആണ് ഇത്. സോ ഈ ബ്രിഡ്ജിനെ പറ്റിയുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. ലോങ്സ്റ്റ് റോഡ് കം റെയിൽ ബ്രിഡ്ജ് അല്ലെങ്കിൽ റെയിൽ കം റോഡ് ബ്രിഡ്ജ് ആണ് ഇന്ത്യയിലെ. 4.94 കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ നീളം. ഓക്കെ. ഇത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. 2018 ഡിസംബർ 25 നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജിയാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഓക്കെ. ഇനി അതിൽ കൊടുത്തിരുന്ന മറ്റൊരു ബ്രിഡ്ജിന്റെ പേരാണ് പമ്പൻ ബ്രിഡ്ജ്. പമ്പൻ ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് സീ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ ആണ്. ഫസ്റ്റ് സീ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ ആണ്. സിറ്റുവേറ്റഡ് ഇൻ തമിഴ്നാട്. ഓക്കെ. Who introduced Rayatwari system in India? Rayatwari system introduce ചെയ്തത് ആരാണ്? ലോർഡ് കോൺവാലിസ് ആൻഡ് അലക്സാണ്ടർ റീഡ്, ഹോൾട്ട് മെക്കൻസി, അലക്സാണ്ടർ റീഡ് ആൻഡ് തോമസ് മുൻറോ, ലോർഡ് ഇർവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അലക്സാണ്ടർ റീഡ് ആൻഡ് തോമസ് മുൻറോ ആണ് റയത്വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ. ഇത് അഗ്രികൾച്ചറിലുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. അഗ്രികൾച്ചറിൽ നിന്ന് റവന്യൂ കളക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. സോ ഇതുപോലെ തന്നെയുള്ള മറ്റു രണ്ട് സിസ്റ്റംസും ചോദിക്കാറുണ്ട്. ഒന്ന് ജമീന്ദാരി സിസ്റ്റം, ഒന്ന് മഹൽവാരി സിസ്റ്റം. ജമീന്ദാരി സിസ്റ്റം കോൺവാലിസിന്റേതാണ്. ഓക്കെ. കോൺവാലിസിന്റെ മാത്രം, ഇതില്ല കേട്ടോ. കോൺവാലിസിന്റെ ഏതാണ്? ജമീന്ദാരി സിസ്റ്റം.
അതുപോലെ തന്നെ മഹൽവാരി സിസ്റ്റം ഹോൾട്ട് മെക്കൻസിയുടേതാണ്. ഓക്കെ, റയറ്റ് വാരി സിസ്റ്റം അലക്സാണ്ടർ റീഡ് ആൻഡ് തോമസ് മുൺറോയിന്റേതാണ്. The bronze statue of Nataraja was cast during the period of Cheyas, പല്ലവാസ്, ചോളാസ് ഓർ പാണ്ഡ്യാസ്. ഈ നടരാജ മൂർത്തികളുടെ സ്റ്റാച്ചു ഇത് ഏത് ടൈം പീരീഡിൽ ബിലോങ് ചെയ്യുന്നതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ചോളാസിന്റെ സമയത്തെയാണ്. ഓക്കെ. Malaria and Kala Azar are caused by protozoa, bacteria, virus and fungi. Diseases important ആണ്. നമ്മൾ ഇതിനു മുമ്പും ചില ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഡിസീസസിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ മലേറിയ ആൻഡ് കാല അസാർ കോസ് ചെയ്യുന്നത് ഇതിൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രോട്ടോസോവയാണ്. ഓക്കെ, സോ പ്രോട്ടോസോവയാണ് മലേറിയ ആൻഡ് കാല അസാർ കോസ് ചെയ്യുന്നത്. സോ നമുക്ക് കുറച്ച് പ്രോട്ടോസോവൽ ഡിസീസസിനെ പറ്റി നോക്കാം. ബേസിക്കലി കൊടുത്തിരിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മലേറിയയുടെ മറ്റ് പേരുകളാണ് റോമൻ ഫീവർ ഓർ മാർഷ് ഫീവർ. ഇതിന് കാരണമാകുന്ന പ്രോട്ടോസോവ പ്ലാസ്മോഡിയം ആണ്. ഓക്കെ, പ്ലാസ്മോഡിയം ആണ് കോസിറ്റീവ് ഓർഗാനിസം ഓഫ് മലേറിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാരസൈറ്റിന് അല്ലെങ്കിൽ ഈ പ്ലാസ്മോഡിയത്തിനെ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാവറൻ ആണ്. ഓക്കെ, സോ ചാൾസ് ലൂയിസ് അൽഫോൺസ് ലാവറാൻ ആണ് 1880 ഈ പ്ലാസ്മോഡിയം ആണ് മലേറിയക്ക് കാരണം എന്ന് കണ്ടുപിടിച്ചത്. എന്നാൽ നമുക്കറിയാം ഇത് കൊതുക് കടിക്കുമ്പോഴാണ് മലേറിയ ഉണ്ടാകുന്നത് എന്ന്. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിച്ചത് ആരാണ്? അതായത് മസ്കിറ്റോസ് ആണ് ഈ പാരസൈറ്റിനെ ക്യാരി ചെയ്യുന്നത് എന്ന് കണ്ടുപിടിച്ചത് റൊണാൾഡ് റോസ് ആണ്. ഇദ്ദേഹം ഇന്ത്യയിലായിരുന്നപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, സോ റൊണാൾഡ് റോസ് ആണ് മസ്കിറ്റോസ് ആണ് ഇത് പരത്തുന്നത് എന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി മസ്കിറ്റോസിൽ തന്നെ ഒരു പെർട്ടിക്കുലർ മസ്കിറ്റോ ആണ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. അതാണ് അതിന്റെ വെക്ടർ. ഓക്കെ, അത് ഏതാണ്? ഫീമെയിൽ അനോഫിലിസ് മസ്കിറ്റോ ആണ്. ഫീമെയിൽ അനോഫിലിസ് മസ്കിറ്റോ ആണ് മലേറിയയുടെ വെക്ടർ. വെക്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, സ്പ്രെഡ് ചെയ്യുന്ന ഓർഗാനിസംസിനെ നമ്മൾ വെക്ടേഴ്സ് എന്നാണ് പറയുന്നത്. സോ മലേറിയയുടെ വെക്ടർ ഫീമെയിൽ അനോഫിലിസ് മസ്കിറ്റോ ആണ്. ഇതില് പല സ്പീഷീസ് ഉണ്ട്. അതിൽ മോസ്റ്റ് ഡേഞ്ചറസ് സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്ന് പറയുന്നതാണ്. പിന്നെ മലേറിയ 2 സ്റ്റേജസിലാണ് നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ ലിവറിനെയാണ് ബാധിക്കുന്നത് ആൻഡ് സെക്കൻഡ് സ്റ്റേജിൽ RBC ആണ് ബാധിക്കുന്നത്. മലേറിയയുടെ മെഡിസിൻ എന്താണ്? ക്വിനൈൻ ആണ് മലേറിയയുടെ മെഡിസിൻ. ഇത് കിട്ടുന്നത് സിങ്കോണ ട്രീയിൽ നിന്നാണ്. ഓക്കെ, സിംറ്റംസ് ഫീവർ, ഫെറ്റീഗ്, ചിൽസ്, വോമിറ്റിംഗ്, ഹെഡേക്സ് ഇതൊക്കെയാണ് സിംറ്റംസ്. അപ്പൊ സിംറ്റംസ് കൊടുത്തിട്ട് ഒരു പ്രോട്ടോസോവ കോസ് ചെയ്യുന്ന അസുഖം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ പ്ലാസ്മോഡിയം കോസ് ചെയ്യുന്ന അസുഖം ഏതാണെന്നൊക്കെ ചോദിക്കാം. സോ അതുകൊണ്ട് സിംറ്റംസിന് ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. വേൾഡ് മലേറിയ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് 25th ഏപ്രിലാണ്. 25th ഏപ്രിലിനാണ് വേൾഡ് മലേറിയ ഡേ. അടുത്ത അസുഖം ചോദിച്ചിരുന്ന കാലാസാർ ആണ്. കാലാസാർ കോസ് ചെയ്യുന്നത് ലീഷ്മാനിയ ഡോണോവാനി ആണ്. ലീഷ്മാനിയ ഡോണോവാനി. അതുകൊണ്ട് തന്നെ ഇതിനെ ലീഷ്മാനിയാസിസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, കാലാസാറിന്റെ മറ്റൊരു പേര് ലീഷ്മാനിയാസിസ് എന്നാണ്. കോസ് ചെയ്യുന്ന ഓർഗാനിസം ലീഷ്മാനിയ ഡോണോവാനി. ബാധിക്കുന്നത് ലിവർ, സ്പ്ലീൻ, ബോൺ മാരോസിനെയൊക്കെയാണ് ബാധിക്കുന്നത്. ഫീവർ, വെയിറ്റ് ലോസ് ഇതൊക്കെയാണ് മെയിൻ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഓക്കെ, അനീമിയ, സബ്സ്റ്റൻഷ്യൽ സ്വെല്ലിംഗ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവറും സ്പ്ലീനും ഒക്കെ സ്വെൽഡ് അപ്പ് ആകും. ഇതിന്റെ വെക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെക്ടർ സാൻഡ് ഫ്ലൈ ആണ്. സാൻഡ് ഫ്ലൈ ആണ് കാല അസാർ അല്ലെങ്കിൽ ലീഷ്മാനിയാസിന്റെ വെക്ടർ. മലേറിയയുടെ നമ്മൾ കണ്ടു ഫീമെയിൽ അനോഫിലിസ് മസ്കിറ്റോ ആണ്. കാല അസാറിന്റേത് സാൻഡ് ഫ്ലൈ ആണ്. ഓക്കെ, അപ്പൊ ചില അസുഖങ്ങൾക്ക് ഇതുപോലെ വെക്ടേഴ്സ് ഉണ്ട്. ആ വെക്ടേഴ്സിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മലേറിയ ആൻഡ് ലീഷ്മാനിയാസിസ് ആർ ദ 2 ലാർജസ്റ്റ് പാരസൈറ്റിക് കില്ലേഴ്സ് ഇൻ ദ വേൾഡ്. Sandstone is an example of non-foliated stone, sedimentary rock, igneous rock, metamorphic rock. പല ടൈപ്സ് ഓഫ് റോക്സ് ഉണ്ട്. നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ട്. സെഡിമെന്ററി റോക്സ്, ഇഗ്നീഷ്യസ് റോക്സ്, മെറ്റമോർഫിക് റോക്സ്. മെറ്റമോർഫിക് റോക്സിലാണ് നോൺ ഫോളിയേറ്റഡ് മെറ്റമോർഫിക് റോക്സ് ഒക്കെ വരുന്നത്. സോ എന്താണ് ഈ സെഡിമെന്ററി റോക്സ്? സെഡിമെന്ററി റോക്സ് ബേസിക്കലി സാധനങ്ങൾ വന്നിങ്ങനെ അടിഞ്ഞുകൂടി അതിന്റെ മേളിൽ പ്രഷർ വന്ന് അങ്ങനെ അത് ലിത്തിഫിക്കേഷൻ, അതായത് സ്റ്റോൺ ഫോർമേഷൻ നടക്കുന്നതാണ്. ഓക്കെ, അതാണ് സെഡിമെന്ററി റോക്സ്. ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, ഒരുപാട് വർഷം കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ ഡെപ്പോസിഷൻ, സെഡിമെന്റേഷൻ ആൻഡ് ലിത്തിഫിക്കേഷൻ ഈ 3 പ്രോസസ്സ് ഒരുപാട് നാൾ നീണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ അകത്ത് ഫോസിൽ ഡെപ്പോസിറ്റ്സ് ഒക്കെ കാണും. പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെ ഒക്കെ ഫോസിൽസ് ഇതിന്റെ അകത്ത് നമുക്ക് കിട്ടും. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്ന സാൻഡ് സ്റ്റോണും അതുപോലെ തന്നെ ലൈം സ്റ്റോണും ഒക്കെ.
ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത് നമ്മുടെ വോൾക്കനോയിൽ നിന്ന് വരുന്ന ലാവ, അത് തണുത്തിട്ട് ഐസായിട്ട് തണുത്ത് കഴിയുമ്പോൾ ആവുന്നതാണ് നമ്മുടെ ഇഗ്നീഷ്യസ് റോക്സ്. ഇതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഇതൊക്കെയാണ് ഇഗ്നീഷ്യസ് റോക്സിന്റെ എക്സാമ്പിൾ. മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത് ഈ സെഡിമെന്ററി റോക്സ് ആയാലും ഇഗ്നീഷ്യസ് റോക്സ് ആയാലും ഇത് രണ്ടും ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, when it comes under high temperature and pressure, അത് മാറി അത് മെറ്റമോർഫിക് റോക്കായി മാറും. ഓക്കെ, മെറ്റമോർഫിക് റോക്കായി മാറും. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ സ്ലേറ്റ്, മാർബിൾ ഒക്കെ വരുന്നത്. ലൈം സ്റ്റോൺ മോഡിഫൈ ചെയ്തിട്ടാണ് മാർബിൾ ആകുന്നത്. സോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള, അത് ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്, സെഡിമെന്ററി റോക്കാണ്. പക്ഷെ when it is exposed to high pressure and temperature it becomes metamorphic rock, അതായത് മാർബിൾ ആയി മാറും. ഓക്കെ, അപ്പൊ സാൻഡ് സ്റ്റോൺ എന്ന് പറയുന്നത് സെഡിമെന്ററി റോക്ക് ആണ്. Right to freedom of religion is as per which article of Indian Constitution? 32, 22, 25 or 14? ശരിയായ ഉത്തരം ആർട്ടിക്കിൾ 25 പ്രകാരമാണ് നമുക്ക് റൈറ്റ് ടു റിലീജിയൻ, നമുക്ക് ഏത് റിലീജിയൻ വേണമെങ്കിലും ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം ഉണ്ട്. സോ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി ജസ്റ്റ് ഒരു സ്ലൈഡാണ്. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. ഇതാണ് നമ്മുടെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതിന്റെ ആർട്ടിക്കിൾസും കൊടുത്തിട്ടുണ്ട്. ഡാഷ് കളക്ട്സ് സൗണ്ട് ഫ്രം ദ സറൗണ്ടിങ്സ്? ഓഡിറ്ററി നെർവ്, ടിംപാനിക് മെംബ്രെയിൻ, കോക്ലിയ ഓർ പിന്ന. ഇതെല്ലാം തന്നെ നമ്മുടെ ചെവിയുടെ ഇയറിന്റെ പാർട്സ് ആണ്. സോ ഇതില് ഏത് പാർട്ടാണ് നമ്മുടെ പുറത്തുള്ള സൗണ്ട് എല്ലാം കളക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? ഓഡിറ്ററി നെർവ് ആണോ, ടിംപാനിക് മെംബ്രെയിൻ ആണോ, കോക്ലിയ ആണോ, പിന്നെയാണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പിന്ന. പിന്നെയാണ് നമ്മുടെ ചെവിയുടെ വെളിയിലത്തെ പാർട്ടിൽ നമ്മളിങ്ങനെ കാത്, അതാണ് പിന്ന. ഓക്കെ, സോ പിന്നെയാണ് സൗണ്ട് കളക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ചെവിയുടെ പാർട്ട്. ഇയറിനെ പറ്റി കുറച്ച് ബേസിക് പോയിന്റ്സ് നമുക്ക് നോക്കാം. സ്റ്റഡി ഓഫ് ഇയറിനെ പറയുന്നത് ഓട്ടോളജി എന്നാണ്. ഇയറിന് മെയിൻ ആയിട്ട് 2 ഫംഗ്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഹിയറിംഗും അതുപോലെ തന്നെ ബാലൻസിങ്ങും. ഓക്കെ, ഹിയറിംഗ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ട് റേഞ്ച് എന്ന് പറയുന്നത് 20 തൊട്ട് 20,000 ഹെർട്സ് വരെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹിയറിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാണ്ട് ബാലൻസിങ്ങും ഒരു ഫംഗ്ഷൻ ആണ് ഇയറിന്റെ. അതുകൊണ്ടാണ് ചിലർക്ക് ഇയർ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എണീറ്റ് കഴിയുമ്പോൾ തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നത്. ഓക്കെ, ഇനി പാർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വെളിയിലുള്ള പാർട്ട്, അതാണ് പിന്ന എന്ന് പറയുന്നത്. ഫണൽ പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ വിച്ച് കളക്ട്സ് സൗണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു കനാൽ വരും. ഓക്കെ, ഈ കാത് കഴിഞ്ഞിട്ട് അകത്തേക്ക് ഒരു കനാൽ വരുന്നുണ്ട്. ആ കനാലിലാണ് നമ്മുടെ സെറുമിനസ് ഗ്ലാൻഡ് ഉള്ളത്. നമ്മുടെ ചെവിയിൽ വാക്സ് ഉണ്ടാവില്ലേ? ഈ വാക്സ് ഉണ്ടാക്കുന്നത് ഈ ഗ്ലാൻഡ് ആണ്, സെറുമിനസ് ഗ്ലാൻഡ്. അപ്പൊ ചെവിയിലുള്ള ഗ്ലാൻഡ് ഏതാണ്? സെറുമിനസ് ഗ്ലാൻഡ് ആണ്. വാക്സ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കനാലിന്റെ അറ്റത്ത് ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിന്റെ പേരാണ് ഇയർ ഡ്രം അല്ലെങ്കിൽ ടിംപാനിക് മെംബ്രെയിൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഫണല് പോലെ ഇരിക്കുന്ന പിന്നയുണ്ട്. പിന്ന കഴിഞ്ഞിട്ട് ഓഡിറ്ററി കനാൽ ഇങ്ങനെ വരുന്നുണ്ട്. ആ കനാലിൽ സെറുമിനസ് ഗ്ലാൻഡ്സ് ഉണ്ട്. ഈ ഗ്ലാൻഡ്സ് വാക്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ വല്ല പൊടിയൊക്കെ കയറിപ്പോയോ അല്ലെങ്കിൽ ബാക്ടീരിയ ഒക്കെ കയറി കഴിഞ്ഞാൽ അത് അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. പിന്നെ അറ്റത്ത് ടിംപാനിക് മെംബ്രെയിൻ വരുന്നുണ്ട്. ടിംപാനിക് മെംബ്രെയിനിൽ ചെന്ന് ഈ സൗണ്ട് തട്ടുമ്പോൾ ടിംപാനിക് മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ടില് 3 ബോൺസ് ആണുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് 3 ബോൺസ് ആണുള്ളത്. ഈ 3 ബോൺസിനെ നമ്മൾ ഇയർ ഓസിക്കിൾസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ചെവിയിലുള്ള ബോൺസിനെ നമ്മൾ ഇയർ ഓസിക്കിൾസ് എന്നാണ് വിളിക്കുന്നത്. ബേസിക്കലി ഈ ടിംപാനിക് മെംബ്രെയിൻ കൊണ്ടുവരുന്ന സൗണ്ടിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ ഇന്നർ ഇയറിലോട്ട് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇയർ ഓസിക്കിൾസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഇയർ ഓസിക്കിൾസിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 പേരുണ്ട്. 3 പേരുടെയും നമ്മൾ പേരുകൾ പഠിച്ചിരിക്കണം. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇതാണ് നമ്മുടെ 3 ഇയർ ഓസിക്കിൾസ്. ഇതില് ഈ സ്റ്റേപ്പിസ് എന്ന് പറയുന്ന ബോൺ സ്മോളസ്റ്റ് ബോൺ ആണ്. ചെവിയിലെ സ്മോളസ്റ്റ് ബോൺ മാത്രമല്ല, നമ്മുടെ ബോഡിയിലെ തന്നെ ഏറ്റവും ചെറിയ ബോൺ ആണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും വലിയ ബോൺ ഏതാണ്? നമ്മുടെ കാലിലുള്ള ബോൺ. ഏതാണത്? ഫീമർ. ഓക്കെ, ഇനി അത് കഴിഞ്ഞ അവിടെ ഒരു ട്യൂബ് ഉണ്ട്. അതാണ് യുസ്റ്റേഷ്യൻ ട്യൂബ് ഓർ ഓഡിറ്ററി ട്യൂബ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിഡിൽ ഇയറിനെ നമ്മുടെ നേസോ ഫെയറിങ്സുമായിട്ട്, അതായത് നേസൽ മൂക്കിന്റെ ഭാഗവും ഫെയറിങ്സിന്റെ ഭാഗവുമായിട്ട് കണക്ട് ചെയ്യുക. ഇതുകൊണ്ടാണ് നമ്മൾ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ പോകുമ്പോൾ നമ്മുടെ ചെവി പെട്ടെന്ന് അടഞ്ഞു പോകുന്നതായിട്ട് തോന്നൂലേ? സോ അത് ഈ ട്യൂബ് ബ്ലോക്ക് ആവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നേസോ ഫെയറിങ്സ് എന്ന് പറയുന്നത്. നേസോ ഫെയറിങ്സിന്റെ മിഡിൽ ഇയറിനെയും കണക്ഷൻ, ഇതിനെ പറയുന്ന പേര് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്നാണ്.
ഓക്കെ, സോ ഇവിടെ നമുക്കെല്ലാം കാണാം. ഇതാണ് പിന്ന, ഇത് വെളിയിലുള്ള പാർട്ട് പിന്ന. അത് കഴിഞ്ഞിട്ട് ഓഡിറ്ററി കനാല്, കനാലിൽ സെറുമിനസ് ഗ്ലാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ടിംബാനിക് മെംബ്രെയിൻ, ഇത് വൈബ്രേറ്റ് ചെയ്യും. ഇവിടെ 3 ബോൺസ് കാണാം. ഇതിനെയാണ് നമ്മൾ ഇയർ ഓസിക്കിൾസ് എന്ന് പറയുന്നത്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് ഏറ്റവും ചെറിയ ബോണാണ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഈ യൂസ്റ്റേഷ്യൻ ട്യൂബ് കാണാം. ഇതാണ് നമ്മുടെ മിഡിൽ ഇയറിനെ നേസോഫേറിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്നർ ഇയർ വന്നു. ഇന്നർ ഇയർ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയാണ്. ഓക്കെ, ഇവിടെയുള്ള പാർട്സ് ആണ് നമ്മുടെ സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളും കോക്ലിയും. കോക്ലിയ ഇവിടെ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓർത്തിരിക്കേണ്ട. സെമി ലുണാർ കനാൽസും വെസ്റ്റിബ്യൂളും ബാലൻസിങ്ങിന് സഹായിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചെവിക്ക് 2 ഫംഗ്ഷൻസ് ആണ്, ഒന്ന് കേൾക്കുക, ഒന്ന് ബാലൻസ് ചെയ്യുക. അതിൽ ബാലൻസിങ്ങിന് സഹായിക്കുന്ന പാർട്ടുകളാണ് നമ്മുടെ ഇന്നർ ഇയറിലുള്ള സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളും. കേൾക്കാൻ സഹായിക്കുന്ന പാർട്ടാണ് നമ്മുടെ കോക്ലിയ എന്ന് പറയുന്നത്. ഇതാണ് കോക്ലിയ. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ സെമി സർക്കുലർ കനാൽസ്. ഓക്കെ, സോ കോക്ലിയയിൽ ഏത് പാർട്ടാണ് ഹെൽപ്പ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗൺ ഓഫ് കോർട്ടി എന്ന് പറയുന്നൊരു പാർട്ട് ഉണ്ട്, അതാണ് സഹായിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ അകത്ത് ഫ്ലൂയിഡ് ഉണ്ട്, പെരിലിംഫ്, എൻഡോലിംഫ് എന്നൊക്കെ പറയുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പാർട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാണാം, ഇതാണ് ഓഡിറ്ററി നെർവ്സ്. ഈ നെർവ്സ് ആണ് ഇതിന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയി മാറ്റി ബ്രെയിനിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതുവരെ ഇത് സൗണ്ട് ആയിരുന്നു, സൗണ്ട് വൈബ്രേഷൻസ് ആയി മാറി, ആ വൈബ്രേഷൻസിന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് ബ്രെയിനിലോട്ട് അയച്ചു. ഇങ്ങനെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അടുത്തത് the Justice Rajinder Sachar Committee was set up by the Government of India to study the condition of unorganized sector of Indian economy, to study the condition of national parks in India, to examine the status of India's foreign policy, examine the social and economic status of Muslim community. ഇതിനെ എന്തിനെ പറ്റി പഠിക്കാനാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് രജിന്ദർ സച്ചാർ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. 2005 മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആണ് ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് അപ്പോയിന്റ് ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി. അപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസിനെ പറ്റി പഠിക്കാനായിട്ടാണ് രജിന്ദർ സാച്ചർ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ഇദ്ദേഹം ബേസിക്കലി നമ്മുടെ ഡൽഹി ഹൈക്കോർട്ടിന്റെ ഫോമർ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലഹോർ സെഷൻ ഓഫ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലഹോർ സെഷൻ, അത് എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? മീൻസ് വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് INC സെഷൻ, ലഹോർ സെഷൻ ഓഫ് 1929? It passed the resolution to demand Purna Swaraj. It passed the resolution to start Rowlatt Satyagraha. Passed the resolution to hold civil services examination in India. Passed the resolution to boycott provincial election. ഇതിൽ എന്താണ് നടന്നത്? നമ്മുടെ ലഹോർ സെഷനിൽ passed the resolution to demand Purna Swaraj. Okay. സോ ലഹോർ സെഷൻ 1929. ഇതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഈ സെഷനിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ സെഷന്റെ പ്രസിഡന്റ്. ഇതിലാണ് നമ്മുടെ പൂർണ്ണ സ്വരാജിന് വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ പാസ്സായത്. ഓക്കെ, ആൻഡ് അതിന്റെ ഭാഗമായിട്ട് 31 ഡിസംബർ 1929 ജവഹർലാൽ നെഹ്റുജി ട്രൈ കളർ ഫ്ലാഗ് രാവി നദിയുടെ തീരത്ത് അദ്ദേഹം ഹോസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ 26 ജാനുവരി 1930 ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനവും എടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് അന്ന് ആക്ച്വലി ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടില്ല, പക്ഷെ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നു നമുക്ക് പൂർണ്ണ സ്വരാജ് വേണമെന്ന്. ആൻഡ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 26 ജാനുവരി 1930 ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഓക്കെ, ആൻഡ് ഈ ഒരു ഡേറ്റിന് റെസ്പെക്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പിന്നീട് റിപ്പബ്ലിക് ആയപ്പോൾ നമ്മൾ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് 26 ജാനുവരിക്കായിട്ട് ഫിക്സ് ചെയ്തത്. ഓക്കെ, സസ്കർ, ഹുൻസ, നുബ്ര are tributaries of which river? സസ്കർ, ഹുൻസ, നുബ്ര ഇത് ഏത് നദിയുടെ സഹായക നദികളാണ്? ഓക്കെ, ട്രിബ്യൂട്ടറീസ് ആണ്. ഇൻഡസ് ആണോ, താപി ആണോ, ബ്രഹ്മപുത്രയാണോ, അതോ ഗോദാവരി ആണോ? ഓക്കെ, ഏതിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇൻഡസ് നദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ് സസ്കർ, ഹുൻസ ആൻഡ് നുബ്ര. Which of the following Hindu shrines is recently declared as national heritage by Pakistan government? പാകിസ്ഥാനിലുള്ള ഒരു ഹിന്ദു ഷ്രൈൻ ആണ്. ആൻഡ് പാകിസ്ഥാൻ ഗവൺമെന്റ് ഇത് റീസെന്റ് ആയിട്ട് ഇതിനൊരു നാഷണൽ ഹെറിറ്റേജ് ആയി ഡിക്ലെയർ ചെയ്തു. കട്ടാസ് രാജ്, പഞ്ച് തീരത്ത്, വരുൺ ദേവ് ടെമ്പിൾ ഓർ ഹിംഗ്ലാജ് മാതാ ടെമ്പിൾ. ഇതിലെ ഏത് ഷ്രൈനെയാണ് നാഷണൽ ഹെറിറ്റേജ് ആയിട്ട് പാകിസ്ഥാൻ ഡിക്ലെയർ ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പഞ്ച് തീരത്ത് ആണ്. ഓക്കെ,
വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കുംഭമേള? വളരെ സിമ്പിൾ ആണ് അല്ലെ. മീററ്റ് ആണോ, ഉജ്ജയിൻ ആണോ, മഥുരയാണോ, വാരണസി ആണോ? ഇതിൽ ഏത് സിറ്റീസ് ആണ് കുംഭമേളയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഉജ്ജയിനിയാണ്. ഓക്കെ, ഉജ്ജയിനി ഈസ് അസോസിയേറ്റഡ് വിത്ത് കുംഭമേള. കുംഭമേള ബേസിക്കലി 4 നദികളുടെ തീരത്താണ് നടക്കുന്നത്. ഒന്ന് പ്രയാഗ്രാജ്, അതായത് ഗംഗ യമുന സരസ്വതിയുടെ ബാങ്കിലായ പ്രയാഗ്രാജ്. മറ്റൊന്ന് ഹരിദ്വാർ, ഗംഗാ നദിയുടെ തീരത്തുള്ള ഹരിദ്വാർ, ഗോദാവരിയുടെ തീരത്തുള്ള നാസിക് ആൻഡ് ക്ഷിപ്ര നദിയുടെ തീരത്തുള്ള ഉജ്ജയിനി. ഈ 4 സ്ഥലങ്ങൾ ഏതൊക്കെയാണ് സ്ഥലങ്ങൾ? പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ. ഈ 4 സ്ഥലങ്ങളിലായിട്ടാണ് 12 വർഷം കൂടുമ്പോൾ കുംഭമേള നടക്കുന്നത്. ഓക്കെ, സോ ഇവ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഉജ്ജയിൻ ആണ് ശരിയായ ഉത്തരം. സോ ഫ്രണ്ട്സ്, ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ സെഷനിലെ 50 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെഷൻ ഇഷ്ടപ്പെട്ടു കാണുമെന്ന്. സോ എത്രയും പെട്ടെന്ന് അടുത്തൊരു സെഷനുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.